വയനാട് പനമരം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ മേച്ചേരിക്കുന്ന് ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണെന്ന് വനം വകുപ്പ്. ആളുകൾ പുറത്തിറങ്ങരുതെന്ന് പോലീസിന്റെ കർശന നിർദ്ദേശമുണ്ട്. കടുവയുടെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഈ കടുവ ആ ജനവാസ മേഖലയിൽ തുടരുകയാണ്. ജനങ്ങൾ വലിയ ആശങ്കയിലായിരിക്കും. വനം വകുപ്പ് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്? അവിടെ കർശനമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായും, അല്ലേ? വിജയകുമാർ, ഇന്ന് രാവിലെ മുതൽ തന്നെ ദൗത്യം വനംവകുപ്പ് പുനരാരംഭിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ മേച്ചേരിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശമുണ്ട്. ആ പ്രദേശത്തിന് തൊട്ടപ്പുറത്ത് പുളിക്കൽ, അതായത് ഒരു വയലിലൂടെ റോഡ് മുറിച്ചു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതിൻ്റെ തൊട്ട് എതിർഭാഗത്ത്, മേച്ചേരിക്കുന്ന് ഭാഗത്തിൻ്റെ എതിർഭാഗത്താണ് ഒരു കൊല്ലി പോലെയുള്ള സ്ഥലം. അതായത് കാടും മറ്റും നിറഞ്ഞ ഒരു സ്ഥലമാണിത്. വയലിനുള്ളിൽ തന്നെയാണ്. അതിനകത്ത് കടുവ സാന്നിധ്യമുണ്ടെന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് പരിശോധന നടത്തി. കാൽപ്പാടുകളടക്കം കണ്ടെത്തിയിരുന്നു. പരിശോധന നടത്തിയ ഘട്ടത്തിലാണ് ഡ്രോൺ ഉപയോഗിച്ചാണ് പരിശോധന നടത്തിയത്. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ കടുവയുടെ സാന്നിധ്യം കണ്ടു. അതിനുശേഷം വനംവകുപ്പ് പകൽ സമയത്തൊന്നും ഒരു ഓപ്പറേഷനും മുതിർന്നില്ല. പ്രധാനമായും ഇതിനെ കാട് കയറ്റുക എന്നുള്ള ദൗത്യം നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് വനംവകുപ്പ് എത്തിയത്. അതായത് ഈ പ്രദേശത്തിന്റെ തൊട്ട് അടുത്ത് തന്നെയാണ് നീർവാരം, അമ്മാനി ഉൾപ്പെടെയുള്ള പാതിരി വനമേഖല. ആ വനമേഖലയിലേക്ക് ഇതിനെ തുരത്തുക ആയിരുന്നു ദൗത്യം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് തുടങ്ങിയത് രാത്രിയിലാണ്. ഇരുട്ട് വീണ ഉടൻ തന്നെ ആ ദൗത്യം ആരംഭിച്ചു. ഇതിനിടയിൽ ആദ്യഘട്ടത്തിൽ ഈ ദൗത്യം ആരംഭിച്ച ഘട്ടത്തിൽ അതിനെ ആദ്യം പടക്കം പൊട്ടിച്ചു. ഇതിനിടയിൽ ഒരാൾ വയലിലേക്ക് ഇറങ്ങി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ തൽക്കാലത്തേക്ക് ദൗത്യം നിർത്തിവെച്ചു. പിന്നീട് 8:20 കൂടിയാണ് ദൗത്യം പുനരാരംഭിക്കുന്നത്. വീണ്ടും പടക്കം പൊട്ടിച്ചു. പടക്കം പൊട്ടിച്ചപ്പോൾ ഇത് പോയത് ഈ വനമേഖല ആ റൂട്ടിലല്ല ഇത് പോയത്, നേരെ എതിർഭാഗത്താണ്. അതായത് ഈ പുളിക്കൽ ഭാഗത്ത് നിന്ന് നേരെ എതിർഭാഗത്തേക്ക് വയലിലൂടെ ചാടി വന്ന് മേച്ചേരിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ്. മേച്ചേരിക്കുന്ന്, എരനെല്ലൂർ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ആളുകൾ പുറത്തിറങ്ങരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയത്. ഇതിനിടയിൽ ഒരു ഇല്ലിക്കാടിന് സമീപം കടുവയെ കണ്ടു എന്നുള്ള ഉൾപ്പെടെയുള്ള അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്. അതിനർത്ഥം കടുവ ജനവാസ മേഖലയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇത് വയനാട് വൈൽഡ് ലൈഫിന് കീഴിലുള്ള 112 നമ്പർ കടുവയാണ് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതിൽ നിന്നാണ് അത് വ്യക്തമായിട്ടുള്ളത്. അത് ആൺകടുവയാണ്. 5 വയസ്സാണ് ഈ കടുവയുടെ പ്രായം. മറ്റ് കാറ്റൽ ലിഫ്റ്റിങ്ങോ മറ്റ് പ്രശ്നങ്ങളോ, അതായത് വളർത്തുമൃഗങ്ങളെ പിടികൂടുന്ന അടക്കമുള്ള പ്രശ്നങ്ങളില്ല. സാധാരണഗതിയിൽ വളർത്തുമൃഗങ്ങളെ പിടികൂടി അതിനുശേഷം കൂടുവെക്കുക, മയക്കുവെടി വെക്കുക, അങ്ങനത്തെ ഒരു ദൗത്യമാണ് നടപ്പാക്കിയിരുന്നത്. പക്ഷേ ഇവിടെ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നവും ഈ കടുവ ഉണ്ടാക്കിയിട്ടില്ല. മാത്രമല്ല പൂർണ്ണമായും ആരോഗ്യവാനായ കടുവയാണ്. ഇന്ന് വൈകിട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഒരു ഉത്തരവ് ഇറങ്ങുകയും ചെയ്തു. അതായത് കാട് കയറ്റാനുള്ള ശ്രമം തുടരണം, അല്ലെങ്കിൽ അതിനെ കേജിങ് നടത്തണം, അതായത് കൂടിനകത്താക്കണം, അല്ലെങ്കിൽ അതും സാധ്യമായില്ലെങ്കിൽ നേരെ മയക്കുവെടി വെക്കുക എന്നുള്ള ദൗത്യത്തിലേക്ക് കടക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. പൂർണ്ണമായും ആരോഗ്യവാനായ കടുവയായതിനാൽ തന്നെ അത്തരം നടപടികളിലേക്ക് കടക്കണമെങ്കിൽ ഇതിന്റെ പ്രോട്ടോകോൾ SOP പാലിച്ചുകൊണ്ട് വേണം വനംവകുപ്പിന് ആ ദൗത്യം നടപ്പാക്കാൻ. അതാണ് പ്രതിസന്ധി. എന്തായാലും നിലവിലിപ്പോൾ 2 കുങ്കിയാനകളെ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ ഇനി കടുവ സാന്നിധ്യം വീണ്ടും ജനവാസ മേഖലയിലേക്ക്, അതായത് ഇതിന്റെ എതിർഭാഗത്തേക്കാണ് വന്നത് എന്നുള്ളതാണ് ആശങ്ക പരത്തുന്നത്. തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വനംവകുപ്പ് ഇപ്പോൾ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ കാട് കയറ്റാനുള്ള ശ്രമം തന്നെയാണ് ആദ്യ പരിഗണന. അത് സാധ്യമായില്ലെങ്കിൽ അതിനെ കൂട്ടിലടക്കാനുള്ള ദൗത്യത്തിലേക്ക് കടക്കും. അതുമല്ലെങ്കിൽ മയക്കുവെടി വെക്കുക എന്നുള്ള ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടക്കും. എന്തായാലും രാത്രിയിലും നിരീക്ഷണം കർശനമായ രീതിയിൽ തന്നെ വനംവകുപ്പ് പാലിക്കുന്നുണ്ട്. വയലിലൂടെ അത് ഓടി നേരെ കയറിയത് ഒരു തോട്ടത്തിലേക്കാണ്. ആ തോട്ടത്തിൽ നിന്ന് നേരെ ഒരു ഇല്ലിക്കാടിന് സമീപത്തേക്ക് എത്തി എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട ഹൈവേ ആണ്. അതായത് മാനന്തവാടിയിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഹൈവേയുടെ ഓരത്തുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം തന്നെ. പനമരം നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. പച്ചിലക്കാടിനും പനമരത്തിനും ഇടയിലാണ് ഈ കടുവയുടെ സാന്നിധ്യമുള്ളത്. എന്തായാലും അതിനെ കാട് കയറ്റുക എന്നുള്ള ദൗത്യത്തിന് തന്നെയാണ് പ്രഥമ പരിഗണന. അതുമായി ബന്ധപ്പെട്ടും വനംവകുപ്പ് മുന്നോട്ട് പോവുകയാണ്. അത് സാധ്യമായില്ലെങ്കിൽ മയക്കുവെടി വെക്കുക എന്നുള്ള നീക്കത്തിലേക്ക് വനംവകുപ്പ് കടക്കും. വിജയകുമാർ. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. അതിനിടെ ഈ പനമരം ഗ്രാമപഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയ സാഹചര്യത്തിൽ പഞ്ചായത്തിലെ 6, 7, 8, 9, 14, 15 വാർഡുകളായ നിർവാരം, അമ്മാനി, നടവയൽ, പരിയാരം, ചുണ്ടക്കുന്ന, അരിഞ്ചേർമല ഭാഗങ്ങളിലും കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ 5, 6, 7, 1,
5, 6, 7, 19, 20 വാർഡുകളിലെ സ്കൂൾ, അംഗനവാടികൾ, മദ്രസ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പരീക്ഷകൾക്കും അവധി ബാധകമാണ്. വലിയ ജാഗ്രത ആ മേഖലയിൽ ഉണ്ടാകണമെന്ന് ഇപ്പോൾ കളക്ടർ രാത്രി വൈകിയും അറിയിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.